പാലക്കാട് മലമ്പുഴ ഡാമിൽ 2 വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ദിവസം മുങ്ങി മരിച്ചത്. സ്ഥിരമായി അപകടം നടന്നിട്ടും വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും ഡാമിൽ ഇറങ്ങുന്നത് നിർത്തുന്നില്ല. ഡാമിൽ കുളിക്കാൻ ഇറങ്ങുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് വിശദീകരിക്കുകയാണ് മലമ്പുഴ ഡാമിൽ മത്സ്യബന്ധനം നടത്തുന്ന നീന്തൽ വിദഗ്ധൻ കൂടിയായ മുസ്തഫ മലമ്പുഴ. കഴിഞ്ഞ ദിവസം 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ച മലമ്പുഴ ഡാമിന്റെ പ്രദേശത്താണ് ഞാനുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ വളരെ മനോഹരമായ ഒരു ഡാമാണ്. നമുക്ക് ഇറങ്ങി കുളിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള ഒരു മനോഹരമായ സ്ഥലമാണ്. പക്ഷേ വലിയ അപകടങ്ങളാണ് ഇവിടെ പതിയിരിക്കുന്നത്. അത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അപകടം മനസ്സിലാകില്ല. നീന്താൻ അറിയുന്ന ആളുകൾ പോലും നിരവധി മുങ്ങി മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിനെല്ലാം നേതൃത്വം നൽകിയ വർഷങ്ങളോളം ഇവിടെ തൊഴിലാളിയായ മുസ്തഫയാണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോ ഇവിടെ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. നമുക്ക് നോക്കുമ്പോൾ ഒരു ശാന്തമായ സ്ഥലമാണ്. ഇറങ്ങി നീന്തി കുളിക്കാനൊക്കെ തോന്നുന്ന ഒരു അപകടമില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഇതിന്റെ ഒരു അപകടം എങ്ങനെയാണ്? ഇവിടെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ വാട്ടർ ലെവൽ എന്നുള്ളൊരു ബേസും ഉണ്ട്. എല്ലാ ഭാഗത്തും ഒരുപോലെയാണ് വെള്ളം ഉണ്ടാവുക. പക്ഷേ കാലങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു. അത് കൃഷി ആവശ്യത്തിനായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിൽ വെള്ളം ലെവലാകുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നുക. അപ്പൊ ഈ ഭാഗത്ത് ഇറങ്ങുന്നവർ തീർച്ചയായിട്ടും ഇപ്പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടെ സേഫ്റ്റിയാണ് എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ഇറങ്ങുക, അരികത്തായതുകൊണ്ട്. പക്ഷെ ഇതിനകത്താണ് ഏറ്റവും വലിയ അപകടങ്ങൾ. ഇതുപോലെ മണലെടുത്തിട്ടും അതുപോലെയുള്ള കുഴികളും ചതുപ്പുകളും ഇവിടെ ധാരാളമുണ്ട്. ഇതിൽ അകപ്പെടുന്നവരാണ് പെട്ടെന്ന് മരണപ്പെട്ടു. ഒരാൾക്ക് അകപ്പെടുമ്പോൾ ഉണ്ടാവുന്ന വിഭ്രാന്തി, അതല്ല പരാക്രമം, ഉടനെ തന്നെയാണ് മറ്റുള്ളവരിലേക്ക് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നീന്താൻ അറിയുന്നവർ പോലും മരിച്ചു പോകുന്നൊരവസ്ഥയാണ്. ഇങ്ങനെയാണ് ഇവിടെ കൂട്ടമരണങ്ങൾ. ഇതിനു മുമ്പ് അപ്പുറേ കാണുന്ന സ്ഥലത്ത് ഒരു കോയമ്പത്തൂരിലെ ഡോക്ടറും 5 പേര് മരണപ്പെട്ടു പോയതാ. ഇവിടെ അതുപോലെ, അതിന്റെ അപ്പുറത്തും അതുപോലെ, കഴിഞ്ഞ വിഷുവിന്റെ സമയത്ത് അപ്പുറത്ത്, അങ്ങനെ തുടർച്ചയായിട്ട് ഈ സംഭവങ്ങൾ ജലാശയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ ഈ ഡാം ആയതുകൊണ്ട് തന്നെ അതില് വലിയ പാറക്കെട്ടുകളോ ചുഴിയോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ധരിക്കപ്പുഴയെ അപേക്ഷിച്ച്. പക്ഷേ ഈ മലമ്പുഴ ഡാമിനെ കൃത്യമായി അറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഡാമിൽ എത്രത്തോളം ഒരു സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്? സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളെല്ലായിടത്തും ബോർഡുകൾ, സർക്കാർ സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ ചപ്പുചവറുകൾ എവിടെ ഇടരുതെന്ന് പറയുന്നോ അവിടെ ഇടുന്ന പ്രവണതയാണ് മലയാളിക്കുള്ളത്. അത് മാറിയിട്ട് ഇത് കർശന നിർദ്ദേശങ്ങളും ബോർഡുകളും സൈൻ ബോർഡുകളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ അപകടങ്ങളെ ഒഴിവാക്കാൻ കഴിയും. രണ്ടാമതായിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പിക്നിക് സ്പോട്ടുകൾ തിരഞ്ഞെടുക്കാം, ആസ്വദിക്കാം. പക്ഷെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ ജീവൻ ഇനി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായിരിക്കാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കുക പരമാവധി. അതാണ് ഇതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ ഇതിനു മുൻപ് ഈ മരിച്ച ആളുകളെ ദിവസങ്ങൾക്ക് കഴിഞ്ഞ് ബോഡി കിട്ടിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞ് ബോഡി കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതിന്റെ മുന്നിലെ കൊല്ലാണ് ഒരു മീൻ പിടിക്കാനായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തി വെള്ളത്തിൽ കാല് മുഴുവൻ ചെളിയിൽ പൊതഞ്ഞു പോയിട്ട് ഒരു 9 ദിവസത്തോളം തെരച്ചിൽ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അവസാനം അത് ബോഡി റിലീസായി കിട്ടുകയായിരുന്നു ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ആ മുകളിലും ഇനിയിപ്പോൾ വർഷക്കാലമാണ് വരുന്നത്. ഈ വരുന്ന ആളുകൾക്കെല്ലാവർക്കും, മത്സ്യബന്ധനത്തിന് വരുന്നവർക്കും എല്ലാവർക്കും ഈ സുരക്ഷ എന്താണെന്നുള്ള ബോധമില്ലാതെ പോയി ഡാമിനകത്ത് പെടാറുണ്ട്. അപൂർവങ്ങൾ അങ്ങനെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ ഡാമിലേക്ക് വാഹനങ്ങൾ ഇറക്കുന്ന ആളുകൾ ഉണ്ട്, അവർക്കൊക്കെ ഫൈൻ ഈടാക്കാറുണ്ട്. ഇവിടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ, അത് ഇറിഗേഷന്റെയും പോലീസിന്റെയും ടൂറിസം പോലീസിന്റെ ഒക്കെ എത്രത്തോളം ഉണ്ട്? പോലീസ് പെട്രോളിംഗ് ഉണ്ട്, രാവും പകലും നല്ല ശക്തമായിട്ട് തന്നെ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇറിഗേഷന്റെ ഭാഗത്തു നിന്നും സെക്യൂരിറ്റി ജീവനക്കാരും ഡാം പ്രൊട്ടക്ഷൻ ഫോഴ്സും ഒക്കെ ഇവിടെ വന്നിട്ട് സെക്യൂരിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ തന്നെ എന്തും നിഷേധിക്കുന്ന ഒരു മൈൻഡുള്ള ഏറ്റവും നല്ല യുവ ചെറുപ്പക്കാരാണ് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഇൻസിഡന്റ് സംഭവിക്കുക, മരണം സംഭവിക്കുന്നത്. അവരിൽ നല്ല ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും മലമ്പുഴ ഡാം മാത്രമല്ല, എല്ലാ ഡാമിലും ഇതേ രീതിയിലുള്ള അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് പരിചിതമല്ലാത്ത വളരെ വിശാലമായ ഒരു ജലാശയത്തിലേക്ക് ഇറങ്ങുക എന്ന ലക്ഷ്യമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ അത് വലിയ അപകടങ്ങൾക്ക് കാരണമാകും എന്ന് മാത്രമല്ല, ഈ ഡാമിലേക്ക് അനുമതിയില്ലാതെ, ഇറിഗേഷൻ വകുപ്പിന്റെ അനുമതിയില്ലാതെ ഇറങ്ങുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്ക് പിന്നീട് നഷ്ടപരിഹാരമോ ഇൻഷുറൻസോ അടക്കം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട്. സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.